ഇവന്മാർ ഇങ്ങനത്തെ കേസുകളും വാക്കുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ശരിയാണ്, അത് ഞാനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. പോയപ്പോൾ എനിക്ക് വിഷമമായി, ഞാൻ കണ്ണു നിറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 2 പിന്നിടുന്ന സമയത്ത് അപ്പാനി ശരത്ത് വന്ന പോലുള്ള ഒരു പെരുമാറ്റത്തിലല്ല ഇപ്പോൾ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സാഡ് മൂമെന്റിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. കൺസെഷൻ റൂമിൽ പോയിക്കൊണ്ട് തൻ്റെ ഭാര്യയെ എനിക്കൊന്ന് കാണണമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നും തൻ്റെ ഭാവി നശിപ്പിക്കരുത് എന്നും നമ്മുടെ അപ്പാനി ശരത്ത് പറയുന്നത് നമ്മൾ കേട്ടു ബിഗ് ബോസിനോട്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അപ്പാനി ശരത്തിനെയും അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പുറത്തു പോയ മിൻസി എന്ന് പറയുന്ന കുട്ടിയെയും ചേർത്തുകൊണ്ട് നമ്മുടെ ഷേനവാസ് ഒരു മൈൻഡ് ഗെയിം ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനെക്കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് വശാൽ മിൻസി എന്നും പറയുന്ന താരം ഇപ്പോൾ ബിഗ് ബോസ് ഇല്ല. അവർ ഔട്ടായി പുറത്തു പോയ ഒരു താരമാണ്. അവയെക്കുറിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ചർച്ച കൊണ്ടുവന്നത് എന്നുള്ളത് തന്നെ ഒരു തെറ്റായ കാര്യമാണ്. കാരണം അതിനകത്തുള്ള ഒരു മത്സരാർത്ഥികളെ കുറിച്ച് പറയുന്നതിന് പകരം അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് അപ്പാനി ശരത്തിനെ കെട്ടിപ്പിടിക്കുന്നു, അവർ വികാരഭരിതമായി പെരുമാറുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു മനുഷ്യ സ്നേഹം മാത്രമാണ് അതിൽ കാണിക്കുന്നത്. അതിൽ തെറ്റായിട്ടൊന്നും കാണേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ ജീവിതം വെച്ചിട്ടല്ല കളിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഷേനവാസ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഗെയിമാണ്. അദ്ദേഹം പിടിച്ചു നിൽക്കാൻ വേണ്ടി വളരെ ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു മത്സരാർത്ഥിയാണ്. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. അപ്പാനി ശരത്ത് ഈ കഴിഞ്ഞ ആഴ്ച വളരെ ഒരു സാഡ് മൂമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ബിഗ് ബോസിൻ്റെ ഈ സീസണിലെ ഇതുവരെ നടത്തിയ എല്ലാ പ്രകടനങ്ങളും നിങ്ങൾക്ക് കാണാം. വളരെ ഉഷാറോടുകൂടി വളരെ ആക്രോശത്തോടു കൂടിയാണ് അദ്ദേഹം നിന്നത് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച വളരെ ഒരു സാഡ് മൂമെന്റിലേക്ക് അദ്ദേഹം താണു പോയതായിട്ട് നമുക്ക് തോന്നാം. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഇതിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ ഒരു ഇമോഷനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പേടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പുറത്തു പോയി കഴിഞ്ഞാൽ എന്താവും എൻ്റെ ഫാമിലിയുടെ ഒരു അവസ്ഥ, എന്താവും എൻ്റെ ഒരു ഇമേജ്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നെക്കുറിച്ച് ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ എന്നെല്ലാമുള്ള ഒരു രീതിയിലുള്ള ഒരു പേടി അപ്പാനി ശരത്തിനെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ള വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വളരെ ഒരു മോശം ഗെയിമാണ്. കാരണം നമ്മളൊരു ഗെയിമിനെ ഒരു ഗെയിമായിട്ട് കാണണം. ശരിക്കും അപ്പാനി ശരത്ത് നമ്മൾ ഷേനവാസിനോട് പോയി പണി നോക്കാൻ പറയണം. കാരണം ഷേനവാസിൻ്റെ ഫാൻസൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയാം. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഗെയിമായിട്ട് കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫാമിലിയെ ഒരു കാരണവശാലും അതിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പാനി ശരത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമാണ്, ഷേനവാസും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ്. പക്ഷേ അതിൽ അവരുടെ ഫാമിലിയെ ഇതിലേക്ക് വലിച്ചയച്ചുകൊണ്ട് അപ്പാനി ശരത്ത് പറഞ്ഞ മാതിരി എൻ്റെ ഭാര്യ ഒരു പ്രഗ്നൻ്റ് ആണ്, തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചേർക്കരുത്, എനിക്ക് ഒരു ഭാവി ഉണ്ട്, എൻ്റെ ഫ്യൂച്ചർ നിങ്ങൾ തകർക്കരുത് എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് ഷേനവാസിൻ്റെ പുറകെ പോകുന്നു നമ്മൾ കണ്ടു. ഇതിലൊരു മാപ്പും കോപ്പൊന്നും ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അത്തരം ഒരു തെറ്റ് അപ്പാനി ശരത്ത് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവർ കോൾസ് റിലേഷനിലേക്കൊന്നും പോയിട്ടുമില്ല. അവരുടെ ഒരു സൗഹൃദം, നല്ലൊരു സൗഹൃദം അവിടെ പങ്കുവെക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമുണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന നമ്മുടെ ലാലേട്ടൻ അടുത്ത എപ്പിസോഡിലെങ്കിലും ഒരു റൂളിംഗ്, തീർച്ചയായിട്ടും ഒരു വാർണിംഗ് നമ്മുടെ ഷേനവാസിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം ഇതൊരു ഗെയിമായിട്ട് തന്നെ കാണണം. നമ്മളൊരു കാരണവശാലും പുറത്ത് കിടക്കുന്ന ഫാമിലിയെയും അവരുടെ മക്കളെയും അവരുടെ ഭാര്യയെയും എല്ലാം ഇതിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ടീമിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പുറത്ത് മറ്റൊരു ഭാവിയുണ്ട്, അവർക്ക് മറ്റൊരു ജീവിതമുണ്ട്. അവിടെ ഒരു വൈഫുണ്ട്, അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അവിടെ ഒരു സമൂഹം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം എല്ലാം 100 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് മാഞ്ഞു പോകും. അതിനുശേഷം അവർക്ക് ജീവിക്കണം. അതുകൊണ്ട് അതിൽപ്പെട്ട ആൾക്കാർ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്ന ഒരു മത്സരത്തിൻ്റെ ഇടയിൽ ഇത്തരം ഒരു ചളി ഗെയിം കളിക്കുന്നതിനോട് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിന് ഇത്തരം ചൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരത്ത് അത് അക്ബറിൻ്റെ ഒപ്പരം കൂടിയിട്ട് കോംബോ ഗെയിം കളിച്ചിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷേനവാസ് ഇത്തരം ഒരു ഗെയിമിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിനും അങ്ങനെ തീർച്ചയായിട്ടും അവിടെ കോംബോ ഗെയിം വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ നോമിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ജയിൽ കൊണ്ടുവച്ചിടാം, അതല്ലെങ്കിൽ ടാസ്കിൽ തോൽപ്പിക്കാം. പലവിധ പരിപാടികളും ബിഗ് ബോസിൻ്റെ അകത്തുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അതുപോലെ തന്നെ ലവ് ട്രാക്കിലേക്കും പിടിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലേക്കാണ് ഷേനവാസ് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത്. തീർച്ചയായിട്ടും നിർഭാഗ്യവശാൽ ഇതൊരു തെറ്റായ കാര്യമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. പിന്നെ മറ്റൊന്ന് എന്നുള്ളത്, രണ്ടാമത്തെ ഒരു കാര്യം, ജിസേലിനെ വൃത്തികെട്ട രീതിയിലൂടെയാണ് അക്ബർ ഖാൻ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷേനവാസ് മറ്റൊരു ഗെയിം കൂടി പുറത്തേക്ക് എടുക്കുകയാണ്. ഞാൻ നോക്കുന്നത് കണ്ടു, എനിക്ക് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എനിക്ക് തിരിയുന്നില്ല. അദ്ദേഹം നോക്കുന്നത് മോശമായ കണ്ണിലൂടെയാണ് എന്ന് ഒറ്റയടിക്ക് ഷേനവാസ്, ആ വീട്ടിലുള്ള മറ്റാർക്കും തോന്നാത്ത ഒരു കാര്യം ഈ ഷേനവാസ് എന്ന് പറയുന്ന മനുഷ്യന് മാത്രം എങ്ങനെയാണ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ഗസൽ എന്ന് പറയുന്ന ഈ വ്യക്തി
ഒരുപാട്, കാരണം അവർ മോഡേൺ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അവരൊന്നും ഗ്രാമീണ പശ്ചാത്തലമോ അതുപോലെ ജീവിച്ച് വളർന്ന ആൾക്കാരും അല്ല. അതുകൊണ്ട് അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ രീതികളും കുറച്ച് വിഭിന്നമായിരിക്കും നമ്മളിൽ നിന്ന്. തീർച്ചയായിട്ടും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനെ വിമർശിക്കുന്നതിന് പകരം അക്ബർ ഖാനും പുറത്ത് ഒരു ഭാര്യയും അതുപോലെ തന്നെ ഒരു കുടുംബവുമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ വൃത്തികെട്ട കാര്യങ്ങൾ ഗെയിമിൻ്റെ ഇടയിൽ പറയുന്നത് കൊണ്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും മോശങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും അവർക്ക് അത്തരം ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരം ഗെയിമുകളൊന്ന് മാറ്റിപ്പിടിച്ച് ശരിയായ ഗെയിമിലേക്ക് ഷാനവാസ് കുറച്ചുകൂടി മുന്നോട്ട് വരണമെന്നുള്ളതാണ്. മൈൻഡ് ഗെയിമിൽ കൂടെയാണ് ഷാനവാസ് കയറി പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷാനവാസ് എല്ലാവർക്കും കട്ടക്ക് കട്ട നിന്ന് മത്സരിച്ച് പോരാടുന്നുണ്ട്. അനുമോളോടായാലും അതുപോലെ തന്നെ ജിസേലിനോടായാലും അക്ബറിനോടായാലും ശരത്തിനോടായാലും ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ ഷാനവാസ് കളിക്കുന്ന കളിയൊക്കെ സൂപ്പറാണ്, മോശമില്ലാത്തൊരു കളിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ശരിക്കും ഷാനവാസിൻ്റെ ഒരു ട്രെൻഡിങ് ആണ് നമ്മൾ കണ്ടത്. കാരണം ആദില നൂറയെയും ഒപ്പരം നിർത്താനും അവരുമായിട്ട് ഒരുപാട് കൺവെർസേഷൻ നടത്താനും എല്ലാം ഷാനവാസ് കിണഞ്ഞ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭാവിയിലേക്ക് നിങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ എന്ന് നമ്മുടെ ആദില നൂറിനോട് ചോദിക്കുന്നതും അതിനുശേഷം ഉദ്ദേശിക്കുന്നത് കുട്ടിയാണെങ്കിൽ ഞങ്ങൾ ദത്തെടുത്തോളാം എന്ന് അവർ പറയുന്നത്, അവർ നല്ലൊരു കോൺവെർസേഷനിലേക്കൊക്കെ നമ്മുടെ ഷാനവാസ് പോയതാണ്. അതെല്ലാം വിട്ടുകൊണ്ട് ഷാനവാസ് ഇപ്പോൾ മോശപ്പെട്ട ഒരു ട്രാക്കിലേക്ക് കയറി പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഫാമിലി ട്രാക്കിൽ പിടിച്ചുള്ള കളി എന്ന് പറയുന്നത് മത്സരാർത്ഥികളെ മാനസികമായിട്ട് പിരിമുറുക്കം സൃഷ്ടിക്കാനും അവരെ അടിച്ചമർത്താനും വേണ്ടി പെട്ടെന്ന് സാധിക്കും എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഷാനവാസിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് അവിടെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായ നമ്മുടെ അപ്പാനി ശരത്ത്, തീർച്ചയായിട്ടും നല്ലൊരു മത്സരമാണ് കഴിഞ്ഞ ഈ ആഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് പുറത്തെടുത്തതും അതുപോലെ തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ ടാസ്കിൻ്റെ കാര്യത്തിലായാലും മൈൻഡ് ഗെയിമിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സൗഹൃദം സൃഷ്ടിക്കുന്ന കാര്യത്തിലായാലും എല്ലാം തന്നെ അദ്ദേഹം മുന്നിട്ട് നിന്നതായിരുന്നു. പക്ഷേ ഒരു ആഴ്ചയുടെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് അതിനെല്ലാം തകിടം മറിക്കാൻ ഒരു മൈൻഡ് ഗെയിമിലൂടെ നമ്മൾ ഷാനവാസിന് സാധിച്ചു. കാരണം അപ്പാനി ശരത്ത് ഒരു ആഴ്ചയായിട്ട് വളരെ 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 സങ്കടത്തിലും അതുപോലെ തന്നെ ധർമ്മസങ്കടത്തിലുമാണ്. തൻ്റെ പത്നിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് മോശമായ രീതിയിൽ ഒരു ഇമേജ് ഉണ്ടായി വെക്കുമോ ഇത്തരം പ്രശ്നങ്ങൾ എന്നിവരെ അദ്ദേഹം പേടിക്കുകയാണ്. കാരണം അങ്ങനെയൊന്നും യാതൊരു വകയും വെച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാണ് അപ്പാനി ശരത്ത് വേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ലാലേട്ടൻ അതിലിടപെട്ടുകൊണ്ട് ഒരു റൂളിംഗ് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം ഫാമിലി മാറ്റർ അതിൽ നിന്ന് മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അക്ബറിൻ്റെ കാര്യവും ഒട്ടും വിഭിന്നമല്ല. അക്ബറിനെതിരെയും മോശകരമായ രീതിയിലുള്ള ഒരു വാക്കുകളാണ് നമ്മുടെ ഷാനവാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയെപ്പറ്റിയും നോട്ടത്തിനെക്കുറിച്ചും എല്ലാം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഓരോ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർ മോശകരമായ രീതിയിൽ തന്നെയാണ്, 100% മോശകരമായ രീതിയിൽ തന്നെയാണ് സമൂഹം അവരെ കാണുക എന്നുള്ളതാണ്. ഇത് തന്നെ ഇപ്പം ഞങ്ങൾ തന്നെ ഇത്തരം ഒരു കണ്ടന്റ് എടുത്ത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ അത്തരം ഒരു കണ്ടന്റ് ഞങ്ങൾക്ക് ഇട്ട് തന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഫാമിലിയുടെ അടുത്തേക്കും ഇത്തരം കാഴ്ചകളും ഇത്തരം കണ്ടന്റുകളും പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു ഭാര്യയാണ്, അവരും എൻ്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് പറയുന്ന സമയത്ത് അവർക്കും ഒരു വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും ഗെയിമാണ്, ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണും. അദ്ദേഹം കളിക്കുന്ന ഫെയർ ഗെയിം ആണ് എങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതല്ല ഫാൾസ് ഗെയിമാണ് അദ്ദേഹം കളിക്കുന്നത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതിനൊക്കെ വെള്ളത്തിൽ വലച്ച വര പോലെ 1-2 ദിവസത്തെ ഒരു ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അക്ബർ ഖാൻ നല്ലൊരു ഗെയിമറാണ്. അതുപോലെ തന്നെ അപ്പാനി ശരത്ത് തീർച്ചയായിട്ടും അടുത്ത 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ബിൻസിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മോശം അനുഭവം തീർച്ചയായും ബിഗ് ബോസിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നല്ല നല്ല ഗെയിമുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പാനി ശരത്തിനും ഷാനവാസും അതുപോലെ തന്നെ അക്ബർ ഖാനും എല്ലാം പുതിയ ഗെയിമുകളും പുതിയ അടവുകളുമായി കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി.